നമസ്കാരം. മിയാവാക്കി മാതൃക എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സ്ഥലത്ത് കാട് വളർത്തുവാനുള്ള ഒരു മാതൃക പ്രൊഫസർ അക്കീറ മിയാവാക്കി വികസിപ്പിച്ചെടുത്താണ്. ഇതിനെ തന്നെ നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാം. ഇപ്പോൾ വീടിന് അടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഈ പഴത്തോട്ടം ഉണ്ടാക്കാനും പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാമെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ രസകരമായിട്ട് ചെയ്യുന്ന ചില ആളുകളെയും കണ്ടു ഇതിനിടയ്ക്ക്. കാരണം എൻ്റെ അടുക്കൽ മിയാവാക്കിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് വന്ന ഒരാളാണ് ശ്രീ അജിത് കുമാർ. അദ്ദേഹം കിളിമാനൂർ സ്വദേശിയാണ്. അദ്ദേഹം ISROയിലൊരു ഉദ്യോഗസ്ഥനാണ്. ബേസിക്കലി അദ്ദേഹത്തിൻ്റെ വിഷയം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ അദ്ദേഹം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു വേറൊരു തരത്തിൽ, അതായത് കുറച്ചൊരു ഇന്നവേറ്റീവായിട്ട് നൂതന ആശയങ്ങളെ കാണുകയും മനസ്സിലാക്കുകയും അത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ വളരെ ചിലവ് കുറച്ച് തന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്നതിൽ ഒരു മിടുക്കനായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നുണ്ട് സാധനങ്ങൾ കാണിക്കുക. അതിനുശേഷം മിയാവാക്കിയിൽ അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടെ ഈ കുഴൽ പോലെ കാണുന്നത് ഒരു ടണലാണ്, സോളാർ ടണലാണ്. സോളാർ ടണൽ ലൈറ്റിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ചിലടത്ത് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും, അതായത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് ഒരു ടണലിലൂടെ സൂര്യൻ്റെ വെളിച്ചത്തെ മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് മുറിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത ഒരു ലൈറ്റിംഗ് ആണ്. അതായത് സാധാരണഗതിയിൽ നമ്മുടെ AC കറണ്ടും DC കറണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. AC-യിൽ അത് പോസിറ്റീവ് നെഗറ്റീവ് മാറിക്കൊണ്ടിരിക്കും. DC സ്റ്റഡിയാണ് എന്ന് പറയുന്ന പോലെ തന്നെ സൂര്യപ്രകാശത്തിൻ്റെ അളവും സൂര്യൻ്റെ വെളിച്ചം സ്റ്റഡി ആയിട്ടുള്ളൊരു വെളിച്ചമാണ്, അതിന് മാറ്റമില്ല. ഇലക്ട്രിക് ലൈറ്റിങ്ങിന് ആ പ്രിസിഷൻ കിട്ടില്ല. അപ്പോൾ പ്രിസിഷൻ വേണ്ട ജോലികൾക്ക് ഈ ലൈറ്റാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ യാദൃശ്യമായിട്ടാണ് ഇത് മനസ്സിലാക്കുന്നതും പിന്നെ അതെങ്ങനെ ഉപയോഗിക്കണം അദ്ദേഹം നോക്കുകയും അതിൻ്റെ മാർഗ്ഗങ്ങളെക്കുറിച്ച് പരതി അത് കണ്ട് പലരോടും സംസാരിച്ച് ഒക്കെ അദ്ദേഹം തന്നെ കുറേ ഭാഗം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു രീതിയാണത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രകാശത്തിൻ്റെ തീവ്രത അളക്കുന്നത് ലക്സ് എന്നൊരു യൂണിറ്റ് ഉപയോഗിച്ചാണ് പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി അഥവാ തീവ്രത അളക്കുന്നത്. അപ്പോൾ അത് യാദൃശ്യമായിട്ട് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മുറിയിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകളുടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു 350-350 ലക്സാണ്. അപ്പോൾ അതിൽ കൂടുതൽ ആ പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ലൈറ്റുകൾ കൊടുക്കണം, അല്ലെങ്കിൽ ആ ലൈറ്റുകൾ താത്തു കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ പ്രകാശം ഇത്രയേ കാണുള്ളൂ. അതേസമയത്ത് സൂര്യപ്രകാശം എന്ന് പറയുന്നത് നട്ടുച്ച നേരത്ത് നല്ല വെയിലുള്ള സമയത്ത് ഒരു 11 മണി മുതൽ 2 മണി വരെയുള്ള സമയത്ത് 1 ലക്ഷം വരെ ഉയർന്നു പോകും. അത് പ്രഭാതത്തിൽ നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ വെളിച്ചം വീണ് കഴിയുമ്പോൾ തന്നെ അത് ഏതാണ്ട് 300-350 ലക്സിൽ ചെല്ലും. ഒരു 7-8 മണിയാകുമ്പോൾ നന്നായിട്ട് സൂര്യൻ ഉദിച്ചൊന്ന് പൊങ്ങിക്കഴിയുമ്പോൾ തന്നെ 30,000 ലക്സിലേക്ക് വരും. പിന്നെ അത് വെളിച്ചമുള്ള ദിവസമാണെങ്കിൽ ഈ പറയുന്ന 1 ലക്ഷത്തിലേക്ക് വരെ പോകാം. അപ്പോൾ അങ്ങനെ ആ ലൈറ്റിൻ്റെ ഒരു ഭാഗം ഈ ഒരു ടണൽ ഉപയോഗിച്ച് മുറിയിലേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിച്ചുള്ള പ്രയോജനം എന്താണ്? ഒന്ന്, ചൂടില്ലാത്ത ലൈറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. പ്രകാശം മാത്രമായിരിക്കും വരുന്നത്, അതിൻ്റെ ഒപ്പമുള്ള ചൂട് മുറിയിലേക്ക് വരില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു എയർ കണ്ടീഷൻ റൂമിലേക്കാണ് ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരു പ്രകാശ ക്രമീകരണം നടത്തുന്നതെങ്കിൽ ആ എയർ കണ്ടീഷൻ എത്ര ചൂടാണോ അത്രയും ചൂടായിരിക്കും മുറിയിലുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് കറണ്ടിനുണ്ടാകുന്ന നേരത്തെ പറഞ്ഞ ഫ്ലിക്കറിങ്, അതായത് ഓൾട്ടർനേറ്റീവ് കറണ്ടിനുണ്ടാകുന്ന ഒരു ഫ്ലിക്കറിങ്, അതായത് ഒരു സെക്കൻഡിൽ 50 തവണ അതിൻ്റെ ഒരു ഓൾട്ടറേഷൻ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ അത് സംഭവിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വേഗത കൂടുതലായുണ്ട്. ഒരു സെക്കൻഡിൽ 50 തവണ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിനെ കണ്ടുപിടിക്കാനൊക്കെയില്ല. പക്ഷേ നമുക്ക് വസ്തുക്കൾ കാണുമ്പോൾ നമ്മുടെ കാഴ്ചയെ അത് ബാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഈ തുണിക്കടയിലൊക്കെ തുണിയെടുത്ത് നോക്കുന്ന സമയത്ത് ആളുകൾ അത് പുറത്ത് കൊണ്ടുപോയി വെയിലത്ത് നോക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ഫ്ലിക്കറിങ് സംഭവിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഡയറക്റ്റ് കറണ്ട് ഇപ്പോൾ ബാറ്ററി ഉപയോഗിച്ചുള്ള ലൈറ്റ് ആണെങ്കിൽ അത് ആ വ്യത്യാസം വരില്ല. ഇവിടെ അതിന് സമാനമായ വെളിച്ചമാണ് സൂര്യനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ വസ്തുക്കളുടെ നിറം കാണാൻ പറ്റും. അതുപോലെ ഈ ക്വാളിറ്റി ചെക്കൊക്കെ നടന്ന സൂക്ഷ്മമായ ജോലികൾ, വളരെ പ്രകാശം ആവശ്യമുള്ള ജോലികൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ചാണ് മുറി ലൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ടാകും. ഇതിനൊക്കെ പുറമെ ഈ മുറിക്കുള്ളിൽ നമുക്ക് ചെടികൾ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണമല്ലോ, ചെടികൾ വളരാൻ സൂര്യപ്രകാശം വേണം. അപ്പോൾ വയസ്സായ ആളുകളിൽ വലിയ വീടാണ്, കുറച്ച് ചെടിയൊക്കെ ഉണ്ട്, പുറത്തുനിന്ന് പോകാൻ വയ്യ, വീടിനകത്ത് തന്നെ കുറച്ച് ചെടിയൊക്കെ വെക്കണം എന്നൊക്കെ ആണെങ്കിൽ ഈ മാർഗ്ഗത്തിലൂടെ സൂര്യപ്രകാശം മുറിയിലേക്ക് കൊണ്ടുവന്നാൽ ആ ചെടികൾ മുറിക്കുള്ളിൽ തന്നെ വളരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിന് വേണ്ടി വരുന്ന ആപ്പാടെ നമുക്ക് വേണ്ട ഒരു ടണലാണ്. ആ ടണൽ ഒരു കുഴലാണ്. ആ കുഴൽ ഒന്നുകിൽ ഒരു PVC പൈപ്പിനുള്ളിൽ നമ്മളൊരു വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന പ്രതലം, നമ്മുടെ പഴയ സിഗരറ്റിനകത്തൊക്കെ വരുന്ന ഈ കടലാസ് പോലൊരു സാധനം ഒട്ടിച്ചാലും വെളിച്ചം വരും. അതേസമയത്ത് അത് ഒരു ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സർഫസ് ആക്കുകയാണെങ്കിൽ വെളിച്ചം വരുന്നതിന് കുറച്ചുകൂടെ തീവ്രത കൂടും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കുഴലിൻ്റെ താഴെ നമ്മളൊരു ഡിഫ്യൂസറും, ഈ വെളിച്ചം പരത്തി വീഴിക്കാനായിട്ട് ഡിഫ്യൂസറും, മുകളിൽ നമുക്ക് ഒരു ഡോമും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വെളിച്ചം ഉള്ളിലേക്ക് വരും. പിന്നെ കേരളത്തിൽ നമുക്കിപ്പോൾ സൂര്യൻ്റെ ഒരു ചലനത്തിന് കിഴക്കുന്ന് പടിഞ്ഞാറാണ് സൂര്യൻ പോകുന്നതെന്ന് നമുക്കറിയാം. ഈ കിഴക്കുന്ന് പടിഞ്ഞാറേക്ക് പോകുന്നത് തെക്ക് വശത്ത് കൂടിയാണ് പോകുന്നത്. നേരെ മുകളിലൂടെ പോകുന്നത് വളരെ കുറച്ച് കാലത്ത് മാത്രമാണ്, അല്ലെങ്കിൽ സൂര്യൻ ഇങ്ങനെ ഒന്ന് കറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ആ വെളിച്ചം തെക്ക് വശത്തു നിന്നാണ് വെളിച്ചം വീഴാനുള്ള സാധ്യത. അപ്പോൾ ഈ ഡോം ഒരു സ്വല്പം തെക്ക് ഭാഗത്തേക്ക് ചെരിച്ചു കൊടുക്കുകയാണെങ്കിൽ വെളിച്ചം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കിട്ടാനുള്ള സാധ്യത
കൂടുതലാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ഏർപ്പാടാണിത്. ഇതും അദ്ദേഹം പുറത്തുനിന്ന് വാങ്ങിച്ച് വീട്ടിൽ കണക്ട് ചെയ്തതാണ് ഈ സാധനം. ഇത് ഒരു സോളാർ ഒരു വിൻഡ് പവറാണ്, ഒരു വിൻമില്ലാണ്. വിൻമില്ലിൻ്റെ ഒരു ചെറിയ രൂപമാണ്. സാധാരണ വിൻമില്ല് നമ്മൾ കണ്ടിട്ടുള്ള വിൻമില്ലുകളൊക്കെ ഒരു ഫാന് കാറ്റത്ത് നിന്ന് കറങ്ങുന്നതായിട്ടാണ്. ഇവിടെ പക്ഷേ അദ്ദേഹം ഫാനിന് പകരം ഒരു ഈ നാടകളാണ്. കാണാനും വളരെ ഭംഗിയുണ്ട്. അദ്ദേഹം അത് നമ്മുടെ ദേശീയ പതാകയുടെ കളറാണ് തിരഞ്ഞെടുത്തത്. അതോടൊപ്പം തന്നെ വളരെ ചെറിയ കാറ്റിൽ പോലും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതൊരു വീട് ഓടാനുള്ള കറണ്ടൊന്നും ഇതിൽ നിന്ന് കിട്ടില്ല. പക്ഷേ നമ്മുടെ സോളാർ എനർജി ഇല്ലാത്ത രാത്രി സമയങ്ങളിലും മഴക്കാലത്തുമൊക്കെ കാറ്റുണ്ടായിരിക്കും. അപ്പോൾ ആ കാറ്റിൽ നിന്നൂടെ കറണ്ട് അതിനോടൊപ്പം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു രീതിയാണ്. നമ്മുടെ കേരളം പോലുള്ള സ്ഥലങ്ങൾ ആണ്ടിലൊരു 10-100 ദിവസമെങ്കിലും മഴ പെയ്യുന്ന പ്രദേശമാണ്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഈ സോളാർ എനർജി പൂർണ്ണമായിട്ട് കിട്ടില്ല. കാരണം സോളാർ എനർജി സൂര്യനെ പുറത്ത് കാണുന്നത് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സൗരോർജ്ജ ഉൽപ്പാദനം കുറവായിരിക്കും. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നമുക്ക് സൂര്യൻ്റെ എനർജി കിട്ടില്ല. അത് നമുക്ക് പകൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ സൗരോർജ്ജ ഉൽപ്പാദനത്തെ അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെ ഒന്ന് പോഷിപ്പിക്കാനായിട്ട് കൂട്ടത്തിൽ പിടിപ്പിക്കാവുന്ന ഒരു വിൻമിൽ യൂണിറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കാണുന്ന സാധനം സ്ക്രൂ പോലെ ഒരു പ്രത്യേക ആകൃതിയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ആ ആകൃതി കൊടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടുന്ന് കാറ്റ് വന്നാലും ഇത് കറങ്ങും. അത് ഒരേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും കറങ്ങുന്നത്. ഇപ്പോൾ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് കാറ്റ് വീശിയാലും പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് കാറ്റ് വീശിയാലും ഈ സ്ക്രൂ കറങ്ങുന്നത് ഒരേ ദിശയിൽ തന്നെ ആയിരിക്കും. അതിൻ്റെ ആ ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ദിശയുണ്ട്, ആ ദിശയിൽ തന്നെ ആയിരിക്കും കറങ്ങുന്നത്. അപ്പോൾ അതോടൊപ്പം വൈദ്യുതി ഉൽപ്പാദനം നടക്കുകയും ചെയ്യും. പിന്നെ ഇതൊരു മെറ്റലാണ്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തുണി പോലെ തോന്നും, പക്ഷേ തുണിയല്ല, ഇതൊരു മെറ്റലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മഴ പെയ്യാതിരിക്കാനായിട്ടെന്നുള്ള മട്ടിൽ കൊടുത്ത മേൽക്കൂര എന്ന് പറയുന്നത് സോളാർ പാനലുകൾ തന്നെയാണ്. അപ്പോൾ സോളാറും ഹൈബ്രിഡ് ഒരു മെക്കാനിസമാണ്. സോളാറും വിന്നും കൂടെ ചേർത്തിരിക്കുകയാണ്. നമുക്കൊരു മഴയോ ഇതൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ അതിനോടൊപ്പം ഒരു കാറ്റും വരും. അപ്പോൾ ഒരു 2 കിലോമീറ്റർ വേഗതയുള്ളൊരു കാറ്റ് വീശിയാൽ പോലും ഇത് കറങ്ങി തുടങ്ങും. അപ്പോൾ ഈ കറക്കത്തിലൂടെ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് കിട്ടുന്ന എനർജിയെ സപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. 2 യൂണിറ്റുകളും ഇതും കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്, സോളാർ പാനലും കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയാണ് വൈദ്യുതി കിട്ടുന്നത്. കേരളം പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പൊക്കമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ മഴ ഒരുപാടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറിയ തോതിലുള്ള ഒരു വിൻമിൽ യൂണിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ എനർജി ഉൽപ്പാദനം, കറണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ അത് സഹായകമാവും. ഇനി അദ്ദേഹം മിയാവാക്കി മാതൃക എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഒരു രീതിയാണ് കാണിക്കുക. അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കൃഷിയിൽ അദ്ദേഹം എഞ്ചിനീയറിംഗ് പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഒരു രീതി കൂടെ കാണിക്കുക. സാധാരണ നമ്മളെല്ലാം പന്തലിടും. നമ്മൾ പന്തലിടുമ്പോഴേ ഒരു ആകാശത്തൊരു പന്തലിടും. ആ പന്തൽ പരന്ന് ഫ്ലാറ്റായിട്ട് കിടക്കും, അതിൽ കുറേ കായ്കൾ ഇതൊക്കെ കിടക്കും. ഇത് അദ്ദേഹം വളരെ രസകരമായിട്ട് ഒരു തോടിൻ്റെ മുകളിലൂടെ ടണൽ പോലെ ഒരു പന്തലുണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത ഈ താഴത്തെ വെള്ളത്തിൽ വേണമെങ്കിൽ മീൻ വളർത്താം എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ഇത് ഒരു എഞ്ചിനീയറിംഗ് പ്രത്യേകത ഇതിനുണ്ട്. അത് കണക്ട് ചെയ്തിരിക്കുന്ന രീതി നോക്കുക. ഈ തായ്ലാൻഡിലും മറ്റും കൃഷിക്ക് പന്തലിടുന്ന ഒരു രീതി ടെലിവിഷനിൽ കണ്ടിട്ട് അദ്ദേഹം ആ മാതൃക ഇവിടെ പരീക്ഷിച്ച് നോക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു 3 മീറ്റർ വീതിയുള്ള ഒരു സ്ഥലത്തൊരു പന്തലിട്ടാൽ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ആകാശത്ത് നമുക്ക് 3 മീറ്റർ വീതിയാണ് കിട്ടുന്നത്. അതിന് പകരം ഇവിടെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം, അതായത് തെങ്ങ് നട്ടിരിക്കുന്ന 2 പണകളാണ്. അതിനിടയ്ക്ക് വെള്ളം നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ഒന്നും ചെയ്യാനൊക്കില്ല. അപ്പോൾ അതിന് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ 2 പണകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് 3 മീറ്ററാണ് അത് തമ്മിലുള്ള അകലം. അപ്പോൾ അവിടെ അദ്ദേഹം ആകൃതിയിൽ അർദ്ധവൃത്താകൃതിയിൽ അദ്ദേഹം ഒരു പൈപ്പ് വളച്ച് പിടിപ്പിച്ചു. ആ പൈപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 ഇഞ്ച് കട്ടിയുള്ള സ്ക്വയർ പൈപ്പാണ്. ആ സ്ക്വയർ പൈപ്പ് കൊണ്ട് 4 മീറ്റർ അകലം വിട്ട് ഈ ആകൃതിയിൽ കുറേ വൃത്താകൃതിയിലുള്ള വളയങ്ങൾ അദ്ദേഹം സ്ഥാപിച്ച ശേഷം അതിനെ തമ്മിൽ GI കമ്പി ഉപയോഗിച്ച് ബന്ധിപ്പിച്ചു. അപ്പോൾ ഈ പൈപ്പിൽ ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്, നട്ടും ബോൾട്ടും ഉറപ്പിച്ചിരിക്കുക. എന്നിട്ട് അതിൽ ഈ കമ്പിയുടെ ഒരറ്റം പിടിപ്പിക്കും. എന്നിട്ട് അടുത്ത കമ്പിയിൽ അതേ സ്ഥലത്ത് വേറൊരു നട്ട് കൊടുക്കും, അവിടെ ഇത് വലിച്ചു ചുറ്റും. അങ്ങനെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഈ കമ്പി വലിച്ചു ചുറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അവസാന ഭാഗം ഒരിടത്ത് നിലത്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബലത്തിലാണ് ഈ പന്തൽ നിൽക്കുന്നത്. ഇതിന് 7 കമ്പികളാണ് പോയത്. 2 വശത്തും 3 കമ്പികളും മുകളിൽ 1 കമ്പിയും, അങ്ങനെ 3, 3, 6, 1, 7 കമ്പികളാണ് അദ്ദേഹം മൊത്തത്തിൽ കുറുകെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ 3 മീറ്റർ വീതിയുള്ള സ്ഥലമാണെങ്കിലും ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് 5.5 മീറ്ററാണ് ഈ പന്തലിൻ്റെ വിസ്തീർണം. അപ്പോൾ അത്ര അധികം സ്ഥലം കിട്ടും. എന്നിട്ട് കേരളത്തിൽ എല്ലാ കാലത്തും പിടിക്കുന്ന ഒരു സാധനമാണ് പാഷൻ ഫ്രൂട്ട്. നല്ല വെയിലുള്ള കാലത്തെല്ലാം കാ കിട്ടും. 7-8 മാസം വരെ വരുമാനം കിട്ടാവുന്ന ഒരു വിളയാണ്. അത് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ കമ്പികൾക്കിടയിൽ നമ്മുടെ സാധാരണ നൈലോൺ വലയാണ് കെട്ടിയിരിക്കുന്നത്. അതിന് ഗുണം എന്ന് വെച്ചാൽ ആ വല ചൂടാവാതിരിക്കും. ചെടിയുടെ വള്ളികളതിൽ കയറി കഴിഞ്ഞാലും അതിന് വലിയ ചൂട് ഇവിടുന്ന് അടിക്കില്ല. അപ്പോൾ അത് വെച്ച് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ അദ്ദേഹം പന്തലിട്ടിരിക്കുന്നു. ഇതിപ്പോൾ പാഷൻ ഫ്രൂട്ടിന് മാത്രമല്ല, നമുക്ക് മറ്റ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പാവലോ പടവലോ ഒക്കെ നമുക്ക് ഈ പന്തലിൽ വളർത്താൻ കഴിയും.
പറമ്പിനിടയിൽ ഇങ്ങനെ ഒരു ഗുഹ പോലെ കുറച്ചിടം നിൽക്കുന്നത് കാണാനും ഒരു ശേലാണ്. നമ്മുടെ ഒരു വഴി പോലെയൊക്കെ ഇടയ്ക്ക് കൊടുക്കണം, തെങ്ങും തോപ്പിലോ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ കൊടുക്കണമെങ്കിൽ അതിനും കൊള്ളാം. വളരെ ഇതിൻ്റെ ബലത്തെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട. അത് വളരെ ഇതിന് ബലമുണ്ടെന്നുള്ള കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തി കിട്ടും. കാരണം എത്ര വെയിറ്റ് ഇതിൽ തൂക്കിയാലും ഈ സാധനം പെട്ടെന്ന് അങ്ങനെ പോവില്ല. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ഇത് നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു മാർഗ്ഗമാണ്. ഇനി മിയാവാക്കി മാതൃകയിൽ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അദ്ദേഹം ചെയ്തത്, നമ്മൾ മിയാവാക്കി മാതൃകയുടെ അടിസ്ഥാനം എന്താണ്? ഒന്ന്, ചെടികൾക്ക് ധാരാളമായിട്ട് വളം കൊടുക്കണം. ഒരു 3-4 വർഷത്തേക്കുള്ള വളം മണ്ണിൽ കൊടുത്തിരിക്കണം. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ നാച്ചുറൽ ആയിട്ട് മണ്ണിൻ്റെ വളക്കൂറ് ഉണ്ടാകുകയും ഇതിൻ്റെ ഇലയൊക്കെ അവിടെ തന്നെ വീഴുകയും ചെയ്ത് അടിഞ്ഞ് അതിൽ നിന്ന് ചെടി വളം വലിച്ചെടുത്തോളും. പക്ഷേ അതുവരത്തേക്കുള്ള വളം നമ്മൾ ചെടിക്ക് കൊടുക്കണം. അപ്പോൾ പലരും ചിലവ് കുറയ്ക്കാനായിട്ട് മിയാവാക്കി മാതൃകയിൽ അധികം വളം ഉപയോഗിക്കാതെ നടാറുണ്ട്. അത് 3-4 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ നോക്കിയിട്ടില്ലത്. ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇതേപോലെ കൃഷിസ്ഥലത്ത് അദ്ദേഹം ഇതൊരു 50 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ മിയാവാക്കി രീതി ഉപയോഗിച്ച് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്നൊക്കെ. അതായത് ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യം ഒരു ഇൻകം അതിൽ നിന്ന് കിട്ടുമോ, 2-3 ഏക്കർ സ്ഥലമുള്ള ഒരാൾക്കെന്ന്. ഇവിടെ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന രീതി നോക്കുക, വളരെ രസകരമായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 50 സെൻറ്റ് സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം ഒരു ഇൻറ്റഗ്രേറ്റഡ് കൃഷി രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന മിയാവാക്കി ടെക്നിക്ക് ഒന്ന്, ചെടികൾ വളരെ അടുപ്പിച്ച് വെച്ചിരിക്കുന്നു, പലതരം ചെടികൾ ഇടകലർത്തി വെച്ചിരിക്കുന്നു. അതുകൂടാതെ ആവശ്യത്തിൽ കൂടുതൽ വളം നമ്മുടെ മണ്ണിൻ്റെ അടിയിൽ സാധാരണ കൃഷി രീതിയിൽ ഉപയോഗിക്കുന്ന അതിനേക്കാൾ കൂടുതൽ വളം ഇടുന്നു. അതിലൊന്നും രാസവളമല്ല, അദ്ദേഹം ഓർഗാനിക് വളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ 50 സെൻറ്റിൽ തെങ്ങുകൾ അദ്ദേഹം വെച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണ ഒരേക്കറിൽ തെങ്ങ് വെക്കുന്നതിനെ മാറ്റി ഇത് തെങ്ങ് സിഗ്സാഗ് രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതിനിടയ്ക്കായിട്ട് ഈ പച്ചക്കറികളും എല്ലാം വെച്ചിരിക്കുന്നു. അത് ഇത് വളരെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നി. ഇതിൽ കുറേ കൂടെ സാധനങ്ങൾ വെക്കാനും പറ്റിയേക്കും. നമ്മൾ സാധാരണ നമ്മുടെ കർഷകർ ചെയ്യുന്നത് ഒരു മോണോക്രോപ്പ്, ഏകവിള എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നടുന്നത്. അതായത് തെങ്ങ് നടുന്ന പറമ്പിൽ തെങ്ങ് മാത്രം നടും, റബ്ബർ നടുന്നിടത്ത് റബ്ബർ മാത്രം നടും, വാഴ നടുന്നിടത്ത് വാഴ മാത്രം നടും. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റ് വീണാൽ ചിലപ്പോൾ വാഴ മുഴുവൻ പോയെന്നിരിക്കും, അല്ലെങ്കിൽ തെങ്ങിനെ മുഴുവൻ ചെല്ലി കുത്തി പോകാം, അതല്ലെങ്കിൽ റബ്ബർ കാറ്റത്തൊടിഞ്ഞു പോകാം. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. റബ്ബറൊക്കെ ആണെങ്കിൽ 6-7 വർഷത്തേക്ക് ഒരു വരുമാനം ഇല്ലാതിരിക്കാം. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന രീതി, അദ്ദേഹം സ്വന്തമായൊരു മാർഗ്ഗം വികസിപ്പിച്ചെടുത്ത ഇസ്രായേലിലും മറ്റും ഹൈ ഡെൻസിറ്റി അതിസാന്ദ്രത കൃഷി രീതിയുണ്ട്. അതായത് 1 ഏക്കറിൽ തന്നെ ഏതാണ്ട് 1000-ഓളം മാവ് തൈകൾ അവർ നടും. എന്നിട്ട് ആ മാവിൻ്റെ തൈകൾ ഒരു 7 അടി മാത്രം പൊക്കത്തിൽ നിർത്തും. അതിന് മുകളിലോട്ടുള്ള തലകൾ വെട്ടിക്കളയും, താഴെ നിന്ന് ശിഖരവുമായിട്ട് 7 അടി വരെ നിർത്തും. എന്നിട്ട് ഒരു മാവിൽ ഒരു 60 മാങ്ങ പരമാവധി, അതിൽ കൂടുതൽ മാങ്ങകൾ ഉണ്ടാവാൻ സമ്മതിക്കില്ല. അപ്പോൾ ഒരു കൊലയിൽ ഒരു മാങ്ങ ആയിരിക്കും. അപ്പോൾ ആ മാങ്ങ മാക്സിമം വളരും. ഒരു 3 മാങ്ങ എടുത്താൽ 1 കിലോ മാങ്ങ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 60 മാങ്ങ, 1000 മാവ് വെച്ച് കഴിഞ്ഞാൽ 60 മാങ്ങ വെച്ച് 1000 മാവിൽ നിന്നിട്ട് 60,000 മാങ്ങ കിട്ടണം. അപ്പോൾ 60,000 മാങ്ങ 3 എണ്ണം 1 കിലോയാണ്, 20 ടൺ മാങ്ങ അതിൽ നിന്നുണ്ടാകണം. ഇനിയിപ്പോൾ 2000 മാങ്ങ ഉണ്ടായാൽ പോലും ലാഭമാണ്. കാരണം 100 രൂപ 130 രൂപ വിലയുള്ള മാങ്ങ ഇനങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ 2 ടൺ 2000 ആണെങ്കിൽ പോലും 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ മാങ്ങയിൽ നിന്ന് കിട്ടാം. അത് മേലോട്ട് ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായിട്ട് പോലെ ഇത്ര വരെ കിട്ടാം. ഇവിടെ അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഒരു സ്ഥലത്ത് 70 തെങ്ങ് 1 ഏക്കറിൽ കർഷകർ വെക്കുന്ന സ്ഥാനത്ത് അദ്ദേഹം 35 തെങ്ങുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിന് തെങ്ങുകൾ തമ്മിലുള്ള അകലെ ഇരട്ടിയാക്കി. എന്ന് മാത്രമല്ല, 1.5 വിട്ട സ്ഥലങ്ങളിലാക്കി തെങ്ങ്. അതായത് ഇവിടെ 2 തെങ്ങുകൾ തമ്മിൽ അകലം കൂട്ടി. അപ്പോൾ ഇതിൻ്റെ മധ്യഭാഗത്ത് അടുത്ത പണയിലൊരു തെങ്ങ്. അപ്പോൾ ഈ തെങ്ങുകൾ ശരിക്കും ഒരു സിക്സാഗ് രീതിയിലാണ്, നേരായ വരിയായിട്ടല്ല ഈ തെങ്ങ് നിൽക്കുന്നത്. ഇവിടെ ഒരു തെങ്ങ് നിൽക്കുന്നു, അപ്പുറേ ഒരു ഇത്ര ദൂരത്തിൽ വേറൊരു തെങ്ങ് നിൽക്കുന്നു, വീണ്ടും തിരിഞ്ഞ്. അപ്പോൾ ഇങ്ങനെ തെങ്ങുകൾ തമ്മിലുള്ള അകലം കൂട്ടിയിട്ട് അതിനിടയിൽ അദ്ദേഹം സാധാരണ ഇതിൽ 1000 മാവാണ്. ഇവിടെ തെങ്ങുള്ളതുകൊണ്ട് അദ്ദേഹം 600 മാവാണ് വെച്ചിരിക്കുന്നത്. 500 മാവുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തെങ്ങ് അതിനൊപ്പം മാവ്. എന്നിട്ട് വീണ്ടും അതിനിടയിലുള്ള സ്ഥലത്ത് 2 തവണ അദ്ദേഹം ഈ മാവുകൾ വലുതായി വരുന്നവരത്തേക്ക് വാഴ വെച്ചിരിക്കുകയാണ്. 2 റൗണ്ട് വാഴ. ആദ്യത്തെ വാഴ കൊലയ്ക്കാറായപ്പോൾ അടുത്ത റൗണ്ട് വാഴയും വെച്ചു. അപ്പോൾ ഒരു തരത്തിൽ മിയാവാക്കി ചെയ്യുന്നതിൻ്റെ ഒരു മാതൃകയിൽ അദ്ദേഹം പറമ്പിനെ മുഴുവനായിട്ട് ഫില്ല് ചെയ്തു ചെടികൾ കൊണ്ട്. അതേപോലെ തന്നെ ഈ പറമ്പിനടിയിൽ മൊത്തമായിട്ട് അദ്ദേഹം വൻതോതിലുള്ള വളപ്രയോഗം നടത്തി. ജൈവവളം ധാരാളമായിട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് നട്ടത്. അതുകൊണ്ടാണ് ഇവയെല്ലാം വളരെ പെട്ടെന്ന് കയറി വരുന്നത്. പിന്നീട് അവശേഷിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം വിവിധതരം പച്ചക്കറികൾ നട്ടു. ആ പച്ചക്കറികൾക്കും പുറമെ വേലിയിൽ പാഷൻ ഫ്രൂട്ട് വളർത്തി. അപ്പോൾ ഇവയെല്ലാം കൂടെ ചേർന്ന്, ഇതുകൂടാതെ കീടങ്ങൾ വരാതിരിക്കാനായിട്ട് ഇതിനിടയ്ക്ക് ജമന്തിയും ധാരാളമായിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു പറമ്പിനെ ഒരു ഇൻ്റഗ്രേറ്റഡ് പലതരം വിളകൾ ഒരുമിച്ച് വളരുന്ന രീതിയാക്കിയെടുത്തു. ഇനിയും ഇതിനിടയ്ക്കുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ പ്ലാവ് ഇതുപോലെ തന്നെ നടാം. അങ്ങനെ അദ്ദേഹം പ്ലാവ് മാത്രമായിട്ടൊരു സ്ഥലത്ത്, അത് അദ്ദേഹം മിയാവാക്കിയെക്കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് ചെയ്തതാണ്, പ്ലാവ് മാത്രമായിട്ട് ഒരു പറമ്പിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. അവ കായ്ച്ചു തുടങ്ങി. 2 വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം പ്ലാവുകളാണ്. എല്ലാ സീസണിലും കായ്ക്കുന്ന പ്ലാവുകളാണിത്. ഇതിൽ ഒരു പ്ലാവിൽ ഒരു 8-10 ചക്ക ഉണ്ടാകുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഒരു ചക്കയ്ക്ക് 8 കിലോ ഭാരമെങ്കിൽ
80 കിലോ ഒരു പ്ലാവിൽ നിന്ന് കിട്ടും. 3000 പ്ലാവുകളാകുമ്പോൾ ഏകദേശം 2,40,000 കിലോ അഥവാ 240 ടൺ. ഈ ചക്കയെല്ലാം എന്ത് ചെയ്യുമെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ചക്ക നമ്മുടെ നാട്ടിൽ പഴമായിട്ട് വിൽക്കാൻ പറ്റും, അതല്ലെങ്കിൽ ചക്കപ്പൊടിയോ ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്ലാവുകൾ നേരത്തെ വെച്ച് പോയതുകൊണ്ട് ഇപ്പോൾ അതിനിടയ്ക്ക് കറിവേപ്പ് പോലെയുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സംഗതി അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു പ്ലാവും തോട്ടമായിട്ട് വെക്കുന്നത് ഈ ഏകവിള എന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹം ആദ്യം ചെയ്തുകൊണ്ടാണ്. ഇതേപോലെ തന്നെ ധാരാളം വളമിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇടയ്ക്ക് ഇനിയിപ്പോൾ മറ്റ് മരങ്ങളുടെ വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ചെടികളുടെ വെച്ച് കഴിഞ്ഞാൽ അതും ബഹുവിളയായിട്ട് മാറും. അപ്പോൾ ഇവിടെ റെയിൻ ഹോസ് ഉപയോഗിച്ച് വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെടിയുടെ ചോട്ടി മാത്രമാകും. ഇത് റെയിൻ ഹോസ് ആയതുകൊണ്ട് പറമ്പ് മൊത്തത്തിൽ നനയും. അപ്പോൾ അത് ഈ എല്ലാ സ്ഥലത്തും വളവും നിറച്ചുകൊണ്ട് ചെടികളുടെ വേരുള്ള ഭാഗത്തെല്ലാം ചെയ്യും, ചെടികൾ നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ശ്രീ അജിത് കുമാറിൻ്റെ ഈ കൃഷി രീതിയിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ മറ്റ് രീതിയിലൂടെ കാണിച്ചത്. കാരണം മിയാവാക്കിയെക്കുറിച്ച് മറ്റാർക്കും അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഒരു എഞ്ചിനീയറിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. അതായത് ഈ ചെടികളുടെ വേര് ആവശ്യത്തിൽ കൂടുതൽ വളർന്നെങ്കിലേ ചെടി നട്ട് വളർത്താൻ പറ്റുള്ളൂ. ഒരിക്കലും ചെടിയുടെ മേലോട്ട് വളർന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ചെടികൾ ചേർന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളൊരു 500 ചെടി അല്ലെങ്കിൽ 50 ഒരു സെൻറ്റിൽ 100 ചെടി വെച്ചെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ പലരും പറയാറുണ്ട്. പക്ഷേ ഈ 100 ചെടി ഒരുമിച്ച് ചെയ്യുമ്പോൾ കൊടുങ്കാറ്റ് വന്നാൽ പോലും ഇത്രയും ചെടികൾ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ചെടിയായിട്ട് ഒടിഞ്ഞു വീഴുകയോ അതിനെ ബാധിക്കുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് സ്വന്തമായിട്ടൊരു മാതൃക വികസിപ്പിച്ചെടുക്കാനാണ് ശ്രീ അജിത് കുമാർ ശ്രമിക്കുന്നത്. ഇതേപോലെ ഇനിയും വേറെ മാതൃകകൾ ഉണ്ടായേക്കാം. നമുക്കിപ്പോൾ ഇതിനകത്ത് പ്ലസ് പോയിൻ്റായിട്ട് കാണേണ്ടത് ഇതിൽ രാസവളം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. 2, നമുക്ക് ഒറ്റ വിളവല്ല, പലതരം വിള ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഇൻകം അത്യാവശ്യം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ 2 മാതൃകയും നമ്മളിതിൽ നിന്ന് ഉൾക്കൊള്ളുക. ഇതുപോലെ വേറെ ആരെങ്കിലും പുതിയ മാതൃക ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതും പരീക്ഷിച്ച് നോക്കാം. ഏറ്റവും നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം.